എല്ലാവർക്കും അങ്ങനെ AR ഫാമിലിയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങളങ്ങനെ ഒരു പുതിയൊരു സ്ഥലത്തിലേക്ക് പോവുകയാണ്. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലം തന്നെയാണ്. നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും കാഴ്ചകൾ വ്യത്യസ്തമായി വരും. ഇപ്പം മഴയും കാലമൊക്കെ അല്ലേ, അപ്പോൾ അതിന് മുമ്പേ നമുക്ക് വീഡിയോ ആയിട്ട് അങ്ങ് എടുക്കാമെന്ന് വെച്ചു. ഇനി ഇതുവഴിയുള്ള പോക്ക് നടത്തും. ഇത് ആലപ്പുഴ ബീച്ചിലേക്ക് ഞങ്ങളൊന്ന് യാത്ര ചെയ്യുകയാണ്. അവിടുത്തെ നമുക്ക് എന്തൊക്കെ സംഭവിക്കും നമുക്ക് കാണാം. ഇതുണ്ട്, പാടങ്ങൾ കണ്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും വീക്ഷിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ നടുക്കൊരു വീടുണ്ട്, അവിടെ ആ വീടാണ് അതിമനോഹരം. 2 വീട്. ഇപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ എൻ്റെ ചുറ്റിനും ഇങ്ങനെ വെള്ളം കിടക്കും. അവർക്ക് കുറേ വള്ളം ഉണ്ടായിരിക്കും ഇങ്ങോട്ട് ഇതിലേക്ക് യാത്ര ചെയ്യുന്നത്. ഒരു രസമാണ് അതൊക്കെ കാണാനും അവിടെ താമസിക്കാനും ഒക്കെ. അങ്ങനെ ഞങ്ങൾ മക്കളെല്ലാം ഓരോ സ്ഥലങ്ങൾ പുതിയ വീക്ഷിക്കുന്നുണ്ട്. നല്ലതൊക്കെ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ടൊരു പോകുന്ന വഴിയാണെങ്കിലും എല്ലാവരും കണ്ടു കാണുമല്ലോ. ഇതുകൊണ്ട് ഹൗസ് ബോട്ട് ഇങ്ങനെ പോകുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊരു പുതിയ കാഴ്ചയായിട്ട് അനുഭവത്തിൽ വന്നുകൊണ്ട് അതങ്ങ് പകർത്തി ഉണ്ട്. വെള്ളം ഇങ്ങനെ പോകുന്നുണ്ടോ. ഓരോ ഫാമിലീസ് ഇപ്പം മഴക്കാലം അല്ലല്ലോ, അതുകൊണ്ട് ഇപ്പം ഇനി മഴക്കാലം തുടങ്ങുമ്പം ടൂറിസമൊക്കെ നിറയ്ക്കും. അങ്ങനെ ഓവർ ബ്രിഡ്ജിലൂടെ പള്ളാത്തുരുത്തിലേക്ക് ഞങ്ങൾ കടന്ന് ഉണ്ടോ. മണ്ടക്കത്തെ ആർച്ചുണ്ട്, അതിപ്പോൾ അതിമനോഹരമായി പെൻഡൊക്കെ അടിച്ച് നല്ല വൃത്തിയൊക്കെ ഇട്ടുന്നുണ്ട്. നല്ല അതിമനോഹരമായ റോഡാണ്, പണ്ടത്തെ പോലില്ല. ഞങ്ങൾ ആ ആർച്ചിലേക്ക് കിടന്നിരിക്കുകയാണ്. നല്ലൊരു ഗോപുരം പോലാണ് അത് വെച്ചിരിക്കുന്നത്. പിന്നെ സൈഡിൽ ഇങ്ങനെ വള്ളങ്ങൾ കിടക്കുക, ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുക. ഓരോ ടൂറിസ്റ്റുകളെ തേടി ഞങ്ങളിങ്ങനെ യാത്ര തുടർന്ന് ഓരോന്നും പറത്തിക്കൊണ്ടിരിക്കുക പിള്ളേർ. വെള്ളം ഇതൊരു മാഹിർമാൻ്റെ ഒരു കളിയാണ്. 2000 years later എന്നൊക്കെ നേരിട്ടുണ്ട് കാണോ. ഇതങ്ങനെ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിലേക്ക് കിടന്നിരിക്കുകയാണ്. അവിടെ വൈബിൻ്റെ സ്ഥലമാണിത്. ഒരുവിധമൊക്കെ അത് ഒതുക്കി തുടങ്ങി കേട്ടോ. ഇപ്പം പോകുന്നവർക്കൊക്കെ അത് കാണാൻ പറ്റുമെന്നറിയില്ല. ഞങ്ങൾ ഇതൊക്കെ എല്ലാം കെട്ടിയൊക്കെ അവർ വെക്കുന്നു. ഇതാ സൈഡിൽ നിൽക്കുന്ന കുറേ കടകളുമാണ്. അത് ഏകദേശം ഒരു സന്ധ്യയോടെ എടുക്കാറായപ്പോൾ ഞങ്ങൾ വന്ന് കണ്ടോ. കടൽ, വിശാലമായ കടൽ. നമുക്ക് എത്ര കണ്ടാലും മടുക്കാത്ത ചില കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കടലും. നമ്മൾ എത്ര കണ്ടാലും നമുക്ക് മടുക്കത്തില്ല. അത് മണ്ടയ്ക്കൂടെ പടക്കുന്ന ട്രോളാണ്. അതിൻ്റെ വൈബിൻ്റെ സ്ഥലങ്ങളും മറ്റും വീക്ഷിക്കാൻ വേണ്ടിയാണ്. അത് മണ്ടയ്ക്ക് കാണുമ്പോൾ ഒരു ചെറിയ കാണുന്നത്, താഴെ ഇറങ്ങുമ്പോൾ നല്ല ഒരു വലിപ്പം ഉണ്ടായിരുന്നു. മക്കളെല്ലാം ചിരിച്ച് കളിച്ചുല്ലസിക്കുക കടലൊക്കെ ഉണ്ട്. കടൽ ശാന്തമാണ് കേട്ടോ. സൂര്യാസ്തമിക്കാറായി വരുന്നുണ്ട്. നമ്മുടെ കണ്ണിലൂടെ കാഴ്ചകൾ നിങ്ങളെ വീഡിയോയിലൂടെ പകർത്തി കാണിക്കുന്നത്. എല്ലാവർക്കും ഒരു പുതിയ അനുഭവമായിരിക്കുമല്ലോ ഓരോ സ്ഥലങ്ങളിൽ. പിന്നെ പിള്ളേരൊക്കെ കടലിലിറങ്ങി. നമുക്ക് കടലിലിറങ്ങാൻ പേടിയാണ്, നീന്തലൊന്നും വലിയ വശമില്ലാത്തതുകൊണ്ട്. ഞങ്ങളൊക്കെ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞ് ഉള്ളിലേക്കൊന്നും പോകല്ല. പിള്ളേർ കടലിൽ എന്തൊക്കെ എഴുതാൻ പോയത്. അവിടെ പിന്നെ ഹൗസ് ഗാർഡൊക്കെ ഉണ്ട്, അത് സമ്മതിക്കത്തില്ല. അധികം ഉള്ളിലേക്കൊന്നും പോകാൻ സമ്മതിക്കത്തില്ല. അവരിങ്ങനെ സൈഡ് വഴി നടപ്പുണ്ട്. അങ്ങനെ ഭാര്യ മൊബൈലൊക്കെ വീക്ഷിച്ച് ഞങ്ങളെ എല്ലാം എടുത്തുകൊണ്ടിരിക്കുക. ഒരുപാട് ഫാമിലീസ് ഉണ്ട് അപ്പുറത്തും എല്ലാം. എപ്പം ചെന്നാലും ഒരുപാട് പേരുണ്ട്. അതാണ് പറഞ്ഞത്, കടൽ കണ്ടാലും മടുക്കാത്ത, കണ്ണെത്താ ദൂരത്തോളം വിശാലമായി കിടക്കുന്ന ഒരു രസമാണ്. പിള്ളേരെയൊക്കെ പോയി ടൂറിസ്റ്റ് എല്ലാവർക്കും പെട്ടെന്നൊക്കെ കാണാൻ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ ആലപ്പുഴ ബീച്ച്. പിന്നെ ഓരോ ജില്ലകൾക്കും ഓരോ ഇതുണ്ടല്ലോ. പിന്നെ ആ സൈഡിൽ നമ്മൾ ഒരു ചെറിയൊരു ഫാസ്റ്റ് ഫുഡ് കട. അവിടെ കോൺഫ്ലവർ ചെറിയൊരു ഹോട്ടൽ, എല്ലാ ഐറ്റവും ഉണ്ട്. കപ്പ, അല്ലിമ്മക്കായ എല്ലാം കുഴച്ചതും എന്താ ഇരട്ടി തുടങ്ങി. കണ്ട പുറത്ത് നിന്ന് ഞങ്ങളെ വൈബ് വീക്ഷിച്ച് ഫോട്ടോ എടുത്തു പിള്ളേർ. കടലിലൂടെ എത്ര നടക്കുന്നതല്ല ഈസി അല്ല. കാലെല്ലാം മണ്ണ് നമ്മൾ കാല് വെക്കും തോറും പുതഞ്ഞു പോകും. പെട്ടെന്ന് നടന്ന് ചെല്ലുക തിരിച്ച് വീട്ടിലേക്ക് എത്തും. ഇരട്ടി ഞങ്ങളങ്ങനെ തിരിച്ച് പോകുന്ന വഴിയാണത്.
പള്ളാത്തുരുത്തിയുടെ എതിർവശത്ത് കാഴ്ചകളാണിത്. നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോഴും രണ്ട് വശങ്ങളുണ്ടല്ലോ. പിന്നെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റൊക്കെ ഇടുക, സപ്പോർട്ട് ചെയ്യുക.